ഹലോ പട്ടുപാവാടക്കും സാരിക്കും ഒക്കെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ നോക്കിയാലോ ഇന്ന്. നമ്മളിവിടെ സ്വീറ്റ് ഹാർട്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല പ്രിൻസസ് കട്ടിലാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് ചെയ്തിട്ടുള്ളത്. നോർമലി ഞാൻ കാണിക്കുമ്പോൾ കട്ട് ചെയ്യാണ്ട് നേരെ ഡയറക്റ്റ് തയ്ക്കുന്ന രീതിയിലാണ് കാണിക്കാറ്. ഇതിൽ 3 പീസായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊത്തം ഒന്ന് കണ്ടു നോക്കൂ. ആൻഡ് ബാക്ക് ഡിസൈൻ വന്നിട്ട് ഇതുപോലെ ഡോരീസ് ഒക്കെ വെച്ചിട്ട് കെട്ടുന്ന ഒരു ജനൽക്കമ്പി പോലുള്ള ഡിസൈനില്ലേ, ആ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെയും കാണാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഈ 3 ഡാർട്ട് വരുന്ന പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ അകത്ത് 3 പീസാക്കി സെപ്പറേറ്റ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലൗസ് പീസ് എടുത്തപ്പോൾ 1 മീറ്ററാണ് തുണി എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്ലീവ്സിന് നല്ല എൽബോ ലെങ്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി എടുത്തോളൂ, കാരണം ഞാൻ എടുത്ത തുണിക്ക് വീതി കുറവായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ 1 മീറ്റർ തുണിയും ഏകദേശം അതിന് മാച്ചിങ് ആവുന്ന ഒരു കൈൻഡ് ഓഫ് ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. കറക്റ്റ് കളറാണ്, പക്ഷേ ഫോട്ടോ കാണുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്തു, ലൈനിങ് എടുത്ത് അതിന് നടുവിലോട്ട് മടക്കി ഇട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ 2 ലെയർ ആയിട്ടാണ് ഈ ലൈനിങ് ഉള്ളത്. നമ്മൾ ലൈനിങ്ങിൽ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് അതിനെ ഇപ്പുറത്തേക്ക് മാറ്റിയാൽ മതി. ഞാനിവിടെ ക്രീപ്പ് മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് വെച്ചിട്ടുള്ളത്. കോട്ടൺ കിട്ടുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 മടക്കിയിട്ടിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ മുകളിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. കാരണം നമുക്കിത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പാർട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുമല്ലോ. മുകളിൽ ഇപ്പോൾ സ്ട്രെയിറ്റ് അല്ലാത്തത് കൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്തു, അതിനൊന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആക്കിയിട്ട് മുകളിൽ സൈഡ് വെട്ടിക്കൊടുത്തു. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് തുടങ്ങാം. നെക്കായിട്ട് 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷോൾഡറായിട്ട് നമ്മളൊരു 3 ഇഞ്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 6 ഇഞ്ച് വന്നിട്ടുണ്ടാവും. ഓക്കെ, നെക്ക് 3 ഇഞ്ച്, ഷോൾഡർ 3 ഇഞ്ച്. എൻ്റെ മെഷർമെൻറ്റ്സ് ആണ് പറയുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് തന്നെ ആയിരിക്കും. നിങ്ങളുടെ മാറ്റമുണ്ട്, 3.5 എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോളൂ. ആൻഡ് താഴേക്കുള്ള ആം ഹോൾ ലെങ്ത്തായിട്ട് നമ്മൾ ഒരു 6 ഇഞ്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്കൊരു ബോക്സ് ഫോം ചെയ്യണമല്ലോ ആം ഹോൾ വരക്കാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ ചെസ്റ്റ് അളവ് കൊടുക്കണം. ചെസ്റ്റ് അളവിൻ്റെ 4ൽ 1. അപ്പോൾ എൻ്റെ ചെസ്റ്റ് അളവിൻ്റെ 4ൽ 1 എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 9 ഇഞ്ചിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 9 ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ബോക്സ് അല്ല, ഒരു ജോയിൻറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ നമ്മുടെ തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത് കൊണ്ട് എന്ത് ചെയ്തു, 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിൻ ഫസ്റ്റ് സെക്ഷൻ മാർക്കിങ് വരുന്നത്. ഇനി നമുക്ക് ആം ഹോൾ കൊടുക്കാം. ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ആ ഒരു ജോയിൻറ്റിൽ. അതുപോലെ മുകളിൽ നിന്ന് വന്ന 6 ഇഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ പകുതി 3 ഇഞ്ചും കൂടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ചെസ്റ്റിൻ്റെ അളവ് ഓൾറെഡി അവിടെയുണ്ട്. അപ്പോൾ ഈ 3 പോയിന്റും വരുന്ന തരത്തിൽ കൈകൊണ്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ ഒരു ആർച്ച് നമ്മൾ വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആം ഹോളും കൂടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴേന്നായിട്ട് നമ്മൾ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുക. കാരണം തുണി നിവർന്ന് കിടക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ലെങ്ത് എത്രയാണോ വേണ്ടത്, ലെങ്ത്തിനേക്കാൾ കുറച്ചധികം വരുന്ന രീതിയിൽ നമ്മളൊന്ന് എടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ ഉള്ള അളവാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ 3 ഇഞ്ച് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ. അത് എന്ത് ചെയ്യുക, താഴേക്കുള്ള ആ ഒരു ലെങ്ത് എത്രയാണോ എന്ന് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളൊരു ഏകദേശം ഒരു 8 ഇഞ്ചിൻ്റെ 9 ഇഞ്ചിൻ്റെ ഇടയിലായിട്ട് കൊടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവസാനം നമ്മൾ 8 ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മുകളിൽ നിന്ന് ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, അതിന് ഇങ്ങോട്ടേക്ക് ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ താഴേക്ക് 8 ഇഞ്ചും സൈഡിലേക്ക് 3 ഇഞ്ചുമാണ് ഉള്ളത്. പിന്നെ ബ്ലൗസിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞങ്ങളൊരു 14 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്ലൗസ് ലെങ്ത്തിനേക്കാൾ കൂടുതൽ വരുന്ന തരത്തിലാണ് നമ്മൾ മുറിച്ചിട്ടെടുത്തുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് നീളമുള്ള ടേബിളൊക്കെ ഉണ്ടെന്നാണെങ്കിൽ അവിടെ വെച്ച് ഇങ്ങനെ മുറിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ചെറിയ ടേബിൾ ആയതുകൊണ്ടാണ് നമ്മൾ വെട്ടിക്കളഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്തു, ആ ലെങ്ത്ത് കറക്റ്റാക്കി എടുത്തിട്ട് ലെങ്ത്ത് പ്ലസ് തയ്യൽ തുമ്പ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മുടെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഷേപ്പ് ഒരു 7.5 ഇഞ്ച് ടു 8 ഇഞ്ചിൻ്റെ ഇടയിൽ വരുന്ന രീതിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് വെച്ച് മാറ്റാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ 7.5 8 ഇല്ലേ, അത് നമ്മുടെ ആ ഒരു അളവിൻ്റെ 4ൽ 1 വരുന്ന രീതിയിൽ എടുക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ തയ്യൽ തുമ്പുകൾ രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് മൊത്തത്തിലായിട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ ഇത് 2 മടക്കാക്കിയിട്ടാണ് ഇട്ടിട്ട് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മൾ പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിലൂടെ വെട്ടിയെടുക്കാം. നെക്ക് നമ്മളിപ്പോൾ വെട്ടുന്നില്ല. ബാക്കി നമ്മൾ ആം ഹോൾ ആദ്യം തുടങ്ങി,
പിന്നെ അവിടുന്ന് താഴേക്ക് ആ ചെസ്റ്റ് മുതൽ ആ ഒരു ഷേപ്പ് വരെയുള്ള പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനും നമ്മൾ വെട്ടിക്കൊടുക്കുക. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, താഴെയുള്ള നമ്മുടെ ലെങ്ത് ഉണ്ടല്ലോ മാർക്ക് ചെയ്തത് എത്രയാണോ ലെങ്ത് പ്ലസ് തയ്യൽ തുമ്പ് അതും കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പട്ടുപാവാടക്ക് മാത്രം ഉപയോഗിക്കുന്നതിന് കുറച്ചധികം ലെങ്ത് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയാണ് നമുക്ക് ഈ ഒരു പീസ് കിട്ടിയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്തു, ബാക്കിയുള്ള ആ ഒരു പീസിനെടുത്ത് രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തിട്ട് ഈ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, തുണി പരമാവധി വേസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഓൾറെഡി വെട്ടി വെച്ച അളവെല്ലാം മാർക്ക് ചെയ്തില്ലേ, അതെടുത്തിട്ട് മുകളിൽ വെച്ചിട്ട് അതിനേക്കാൾ കുറച്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ വരക്കണം. അപ്പോൾ ആം ഹോൾ രണ്ടിനും സെയിം ആയിരിക്കും. പക്ഷേ നമ്മുടെ പ്രിൻസസ് കട്ട് വരുന്ന സമയത്ത് ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു കട്ടൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ കുറച്ചായിട്ട് പോവും. ഈ ഒരു സൈസ് അതായത് നമ്മുടെ കുറച്ച് ടക്ക് പോലെയെല്ലാം വന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റ് ഈ ഒരു അളവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട്, അതായത് നമ്മളിപ്പോൾ എത്രയാണോ കറക്റ്റ് ഉള്ളത് ആ ഒരു അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് താഴെ നമ്മൾ ഇച്ചിരി എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ എടുക്കണമെന്നില്ല, ജസ്റ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് എക്സ്ട്രാ, അതായത് കുറഞ്ഞു പോകണ്ടല്ലോ, അവസാനം മുറിച്ച് കളഞ്ഞാലോ എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെസ്റ്റ് ടു വേസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം രണ്ട് സൈഡിൽ, അതായത് ഫ്രണ്ടിലെ രണ്ട് സൈഡിലും നമുക്ക് ഓരോ ഇഞ്ച് വെച്ചിട്ട് മറ്റേ ടക്ക് പോകാനുണ്ട്. അപ്പം നമുക്കത് അവിടെ നഷ്ടപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യാം, ആദ്യമുള്ളതിനേക്കാൾ ആ ഒരു പോർഷൻ മാത്രം ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കിട്ടുന്ന രീതിയിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതെന്ത് ചെയ്യുക, മൊത്തത്തിലായിട്ടൊന്ന് വെട്ടിയെടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷനും അതുപോലെ ബാക്ക് പോർഷനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നിച്ച് വെട്ടിക്കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ വെട്ടിക്കഴിഞ്ഞാൽ ഒരു പാർട്ടിൽ നഷ്ടം വരും നമുക്ക്, അന്നേരം എന്തായാലും അത് കുറക്കേണ്ടി വരും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വെട്ടിയ പീസ് ഫ്രണ്ട് പീസാണല്ലോ, നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെട്ടിയല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് 3 ഇഞ്ചാണ് നെക്കിൻ്റെ മുകളിൽ വരുന്നത്. താഴേലേക്കുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമ്മൾ സ്വീറ്റ് ഹാർട്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 6 ഇഞ്ച് നമ്മൾ താഴേക്കുള്ള ലെങ്ത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് അത് മൊത്തത്തിലൊരു ബോക്സ് പോലെ നമ്മളാക്കി എടുത്തിട്ടുണ്ട്, ആ 3 ഇഞ്ചും 6 ഇഞ്ചും കൂട്ടിയിട്ട്. എന്നിട്ട് ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു ഷേപ്പ്, അതായത് നമ്മൾ റൗണ്ട് നെക്കില്ലേ അത് ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് ആ ഒരു പോയിന്റിലെത്തുമ്പോൾ കുറച്ച് താഴേലേക്ക് നമ്മളൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഒരു ഐഡിയ വെച്ച് ചെയ്താൽ മതി, കറക്റ്റായിട്ട് ടിപ്പൊന്നും അറിയില്ല. നിങ്ങൾക്ക് ഈ ഒരു നെക്ക് വേണ്ട, റൗണ്ട് നെക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ റൗണ്ട് നെക്ക് കൊടുത്താൽ മതി. നെക്കുകൾ എങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഞാൻ മേലെ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ നെക്കാണ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു നെക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പിന്ന് വെച്ചെല്ലാം സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് വെട്ടുന്ന സമയത്ത് മാറിപ്പോയി കഴിഞ്ഞാൽ നെക്കിൻ്റെ മൊത്തത്തിലുള്ള ഷേപ്പേ മാറിപ്പോകും. അപ്പോൾ എന്ത് ചെയ്തു, അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള തുടങ്ങാം. അപ്പോൾ എന്ത് ചെയ്യുക, മുകളിൽ നിന്ന് താഴേക്ക് നമ്മുടെ ബസ്റ്റ് പോയിന്റില്ലേ അതെത്രയാണെന്ന് വെച്ചാൽ നോക്കുക. എൻ്റെ അതൊരു 10 ഇഞ്ചായിരുന്നു. അപ്പോൾ ആ 10 ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു 3 ഇഞ്ചും കൂടെ വരുന്ന രീതിയിലായിട്ട് മാർക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം ആക്സിഡൻ്റലി ഇട്ടത് മാറിപ്പോയി, അതുകൊണ്ടാണ് രണ്ടാമത് ഇട്ടത്. അപ്പോൾ ആ മടക്കുള്ള ഭാഗത്തു നിന്ന് 3 ഇഞ്ചും മുകളിൽ നിന്ന് ബസ്റ്റ് പോയിൻറ്റും ജോയിൻ ചെയ്യുന്ന ആ ഒരു പോർഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുക. അത് കഴിഞ്ഞിട്ട് ആം ഹോളിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു 5 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ആ പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു കട്ടിന് വേണ്ടിയിട്ടാണ് മാർക്കിങ്സ് ഒക്കെയും ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ നിന്നായിട്ട് നമ്മളൊരു 3 ഇഞ്ച് ആ ക്ലോസ്ഡ് ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു 3 ഇഞ്ച് താഴെ വശത്തുനിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ബസ്റ്റ് പോയിന്റ് 3 ഇഞ്ച് കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ് ഇല്ലേ അവിടെ നിന്ന് താഴേലേക്ക് ആ ഒരു ലൈനിനെ മൊത്തത്തിലൊന്ന് നീട്ടി വരച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റും നമ്മുടെ ആ ലാസ്റ്റ് വരച്ച 3 ഇഞ്ചിൻ്റെ ആ ഒരു പോർഷനും കൂടെ നമ്മളൊന്ന് നീട്ടി വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ വരച്ച ആ ഒരു വരേൻ്റെ സൈഡിലായിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിൽ കൊടുത്താൽ മതി, നമ്മൾ 2 സൈഡ് കൊടുത്തു പോയി, അപ്പോൾ ഒരു സൈഡിൽ മാത്രം കൊടുത്താൽ മതി, ആ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ആ മുകളിലുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു ട്രയാങ്കിൾ പോലുള്ള ഷേപ്പ് കിട്ടും. ഇനി എന്ത് ചെയ്യുക, ആ ഒരു ഷേപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങി ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഒരു കർവ് വരുന്ന രീതിയിലാക്കിയിട്ട് ഈ ഒരു റൈറ്റ് സൈഡിൽ ആ ഒരു ലൈനിൻ്റെ മുകളിലായിട്ട് കൊടുക്കുക. ഓക്കെ, എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്, അവിടെ നിന്നാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതിന് മുന്നേ എന്ത് ചെയ്യുക, ചെരിച്ച് വളച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ മുകളിലൊരു ആം ഹോളിൻ്റെ അടുത്തൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് നമ്മളൊരു ലൈന് കൊടുക്കുക. കാരണം നമ്മൾ ആ പ്രിൻസസിൻ്റെ അവിടെ കട്ട് വരുന്നില്ലേ, ആ ഒരു കട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ അവിടേക്ക് കൊടുക്കുക. പിന്നെ താഴെയുള്ള ആ ഒരു ട്രയാങ്കിളിൻ്റെ ആ ഒരു സൈഡിൽ
സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇങ്ങനെ കർവാക്കിയിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള കട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാനിട്ട വീഡിയോസിൽ ഇത് കട്ട് ചെയ്യാണ്ട് തയ്ക്കുന്ന രീതിയിലായിരുന്നു. ഇതിൽ നമ്മൾ കട്ടൊക്കെ ചെയ്തിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വൺ സൈഡിൽ മാത്രമാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോഴത്തെ സൈഡിലും വേണമല്ലോ. അപ്പോൾ അവിടെ നമുക്ക് ഒന്നെങ്കിൽ അവിടെ മാർക്ക് ചെയ്ത് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ട്രേസ് എടുക്കാം. അപ്പം ഞാനിവിടെ ട്രേസ് എടുക്കുന്നതാണ് കാണിക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ആ നെക്കിൻ്റെ ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ മാർക്ക് ചെയ്തെടുത്തത്, അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ ഒരു നെക്കിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തതുപോലെ ആയിട്ട് നമ്മളത് കട്ട് ചെയ്ത് എടുക്കുന്നു. എന്തെങ്കിലും സംശയം വരുമെന്നാണെങ്കിൽ അന്നേരം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. എനിക്കറിയാവുന്ന സംശയങ്ങളെല്ലാം തന്നെ പരമാവധി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, നമ്മളത് വെട്ടിയെടുത്തല്ലോ. നമുക്ക് അപ്പുറത്തേക്ക് വരക്കുന്നതിന് മുന്നേ നമ്മുടെ മെയിൻ ഫാബ്രിക് ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിൻ ഫാബ്രിക്കിനെ എടുത്ത് നമ്മൾ രണ്ടാക്കി മടക്കി വെച്ചിട്ട് ആ ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത്, ആ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ആ ഫാബ്രിക്കിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടിയിൽ കുറച്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ സ്ട്രെയിറ്റ് ആക്കി വരച്ചു കൊടുത്തിട്ട് ആവശ്യം വരുന്ന ഫാബ്രിക് മാത്രം, ആ ഒരു ലൈനിങ് കറക്റ്റ് കൊള്ളുന്ന തരത്തിലുള്ള ഫാബ്രിക് മാത്രം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ടാവും. ബാക്ക് പീസിൽ അത്ര വേണ്ട, എന്നാലും കുറച്ച് മാത്രമേ നഷ്ടം വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈനിങ് ഒന്നുകിൽ ഡയറക്റ്റ് വെച്ച് വെട്ടിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ലൈനിങ്ങിനെ നടുവിലോട്ട് മടക്കി വെച്ചിട്ട് അത് വെച്ചിട്ട് ഈ ഒരു ഫാബ്രിക്കിനെ 4 ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു കറക്റ്റ് അളവ് വെച്ചിട്ട് നമ്മളൊന്ന് വെട്ടിയെടുക്കുക. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് അധികം തുണിയില്ലാത്ത അങ്ങനെ ഒരു വേസ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടാവില്ല. ഓൾറെഡി എൻ്റെ തുണി കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെയും കൂടെ വെട്ടിക്കൊണ്ടാണ് കുറച്ചേലും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു ഫാബ്രിക്കിൻ്റെ അതായത് ഫ്രണ്ട് പാർട്ടിൻ്റെ അളവ് വെച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ബാക്ക് പാർട്ടിനേക്കാൾ കൂടുതൽ ഫ്രണ്ടിലുണ്ടല്ലോ. അപ്പോൾ ബാക്ക് പാർട്ട് അളവ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ തുണി തയ്ക്കേണ്ടായിപ്പോൾ. അപ്പോൾ ഇത് ജസ്റ്റ് ഫ്രണ്ട് പാർട്ട് വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, കറക്റ്റായിട്ട് ആ മെയിൻ ഫാബ്രിക് എത്രയാണോ വേണ്ടത് അത് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതും നമ്മൾ ലൈനിങ്ങിൽ ഓൾറെഡി നമ്മൾ നെക്ക് കട്ട് ചെയ്ത് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ നെക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നമ്മളത് കറക്റ്റായിട്ട് ആ ഒരു ഫാബ്രിക് നമ്മൾ വെട്ടിയെടുത്തല്ലോ. ഇനി എന്ത് ചെയ്യുക, ആ സ്ലീവ്സിൻ്റെ ആ ഒരു ആം ഹോൾ ഉണ്ടല്ലോ, ആ ആം ഹോൾ നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ വെട്ടിയെടുക്കുന്നുണ്ട്. നെക്ക് വെട്ടേണ്ട ആവശ്യമില്ല. പിന്നെ താഴേലേക്കുള്ള ലെങ്ത്തും ആ സൈഡിലുള്ള ചെസ്റ്റ് ഷേപ്പ് പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനുമാണ് നമ്മൾ വെട്ടിയെടുക്കേണ്ടി വരുന്നത്. എന്നിട്ട് മൊത്തം വെട്ടിക്കഴിഞ്ഞാൽ അത് ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ 4 ഫോൾഡ് ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ മുകളിലത്തെ പാർട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക, അത് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. സിസേഴ്സ് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള പോർഷനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ കറക്റ്റ് സൈസ് ആയിരിക്കും, പക്ഷേ ബാക്ക് പോർഷൻ കറക്റ്റ് സൈസ് ആയിരിക്കില്ല. അതായത് നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് എക്സ്ട്രാ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ബാക്ക് പോർഷൻ കുറച്ച് കളയാനുണ്ടാവും, ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആയിരിക്കും. ഇനി എന്താ ചെയ്യുക, ആ ഒരു ഫാബ്രിക്കിനെ എടുത്തിട്ട് നമ്മൾ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, അതിലേതെങ്കിലും ഒരു ഫാബ്രിക് എടുക്കുക. 2 പീസ് വന്നിട്ടുണ്ടാവുമല്ലോ, അതിലൊന്നെടുത്ത് നേരെ നടുവിലൂടെയായിട്ട് മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ലൈനിങ് ചെയ്ത് വെച്ചത്, ആ ഒരു ബാക്ക് പോർഷൻ എടുത്തിട്ട് നേരെ നടുവിലോട്ട് മടക്കിയിട്ട് ഈ ഒരു ഫാബ്രിക്കിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് നമ്മൾ കുറച്ച് എക്സ്ട്രാ അധികം എടുത്തത് കൊണ്ടാണ് താഴെ എക്സ്ട്രാ വരുന്നത്. അത് കുഴപ്പമില്ല, നമ്മൾ മടക്കി തയ്ക്കുന്ന സമയത്ത് അതങ്ങ് പോയിക്കോളും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട്, അപ്പോൾ ഇതിവിടെ നമുക്ക് മറ്റതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. ഓക്കെ, കാരണം നമ്മൾ 2 ഇഞ്ചിൻ്റെ എക്സ്ട്രാ അപ്പുറത്ത് എടുത്തത് കൊണ്ട് ആ സൈഡിലൊക്കെ ഇച്ചിരി എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫാബ്രിക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ആം ഹോൾ ഓൾറെഡി തന്നിട്ടുണ്ടാവും, അതിൻ്റെ എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഒരു പോർഷനൊക്കെ ഉണ്ടല്ലോ, ആ പോർഷനൊക്കെ ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി വേണം നമുക്കിത് അറ്റാച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു, നമുക്കിനി ഇവിടെ നെക്കിൻ്റെ അവിടെയുള്ള സാധനങ്ങൾ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആ ലൈനിങ്ങിനെ മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിന്ന് വെച്ച് സെക്യൂർ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, കാരണം നമ്മൾ ആ ഡോരി വെക്കുന്ന ഒരു പീസില്ലേ, ഞാൻ പറഞ്ഞല്ലോ മുകളിൽ നിന്ന് താഴെ വരെ വെക്കുന്നവരാണെങ്കിൽ താഴെ വരെ വെക്കാം, ഞങ്ങൾ കുറച്ച് നേരമേ വെക്കുന്നുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് പിന്ന് വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട് അത് കറക്റ്റായിട്ട് ഈ ഒരു പോർഷൻ നമ്മളൊന്ന് വെട്ടിക്കളഞ്ഞേക്കാം. ഓക്കെ, നമുക്കവിടെ ഓപ്പൺ ആയിട്ട് വേണം. മെയിൻ ഫാബ്രിക്കിൽ ഇപ്പോൾ വെട്ടുന്നില്ല, ലൈനിങ്ങിൽ മാത്രമേ നമ്മൾ വെട്ടുന്നുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ബോക്സ് നമ്മളൊന്ന് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഫൈനലി നോക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാവും. ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അതിൻ്റെ സെയിം അളവിൽ വെട്ടിയെടുത്ത മെയിൻ ഫാബ്രിക് വെച്ച് നോക്കുന്ന സമയത്ത് അതിലിങ്ങനെ നെക്ക് കട്ട് ചെയ്യാത്തതുകൊണ്ട് അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇനി കട്ടിങ് കഴിഞ്ഞു, നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാം. ഈ നമ്മുടെ മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു ലൈനിങ്, അതായത് ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ലൈനിങ് എടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക.
എന്നിട്ട് ആ ഒരു ലൈനിനെ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിക്കൊന്ന് കട്ടിക്ക് വരഞ്ഞു കൊടുക്കുക. ഈ ഒരു മാർക്കിങ്ങിനെ നേരെ അപ്പുറത്തുള്ള ആ ഒരു മാർക്കിങ്ങിലേക്ക് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ആദ്യം തൊട്ട് വരച്ച് ആടെ അളവെടുത്ത് വരക്കുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരക്കാം. നമുക്ക് സിമ്പിളായിട്ട് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നേരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ 3 ലൈൻസ് വന്നിട്ടുണ്ടല്ലോ, ആ 3 ലൈൻസും കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിക്കൊന്ന് കട്ടിക്ക് ഇത് വെച്ചൊന്ന് നമ്മുടെ ചോക്ക് വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് കട്ടിക്ക് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നേരെ സെൻറ്ററിൽ ആം ഹോൾ രണ്ടും നെക്ക് ഷോൾഡറൊക്കെ ഒന്നിച്ച് വരുന്ന രീതിയിലാക്കി വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കൈ കൊണ്ട് നല്ല രീതിക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പുറത്തെ കട്ടിക്ക് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ചോക്കിൻ്റെ അടയാളം ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ടാകും. ഓക്കെ, ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മതി. അല്ലെങ്കിൽ കൈ വെച്ച് നല്ല രീതിക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അപ്പുറത്ത് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇത് 2 സൈഡിലായിട്ട് അതൊന്ന് ഇപ്പുറത്തെ സൈഡിലും കൂടെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു കട്ടിലൂടെ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്കിങ്ങനെ 3 പീസായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി 3 പീസ് 3 ലൈനിങ് ഉണ്ടാവുമല്ലോ, അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഏതെങ്കിലും 2 സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ ചിലപ്പം കയ്യിൽ നിന്ന് പോകും. കോട്ടണൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലുള്ള ക്രീപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കയ്യിൽ ഒതുങ്ങണമെന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു കർവ് വന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം മൊത്തത്തിൽ നമ്മൾ 2 പീസ് 2 സൈഡിലുണ്ടല്ലോ, ആ 2 സൈഡിലുമായിട്ട് വരുന്ന രീതിക്കൊന്ന് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ സെൻറ്ററിൽ വരുന്ന ആ ഒരു പോർഷനിൽ നെക്ക് ഫിനിഷ് ചെയ്യണം. ഞങ്ങൾ ആക്സിഡൻ്റലി ആദ്യം ഫസ്റ്റ് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവസാനം അത് സ്റ്റിച്ച് അയച്ചെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് മുന്നിൽ ലൈനിങ് ഇച്ചിരി ലെങ്ത്ത് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. നെക്ക് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ എന്തായാലും ഇവിടെ കാണിച്ചു തരാം. പക്ഷേ ആദ്യം സ്റ്റിച്ച് ചെയ്ത വീഡിയോ ആണ്. പക്ഷേ ഇത് കുഴപ്പമില്ലാതെ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ 2 പീസിൻ്റെ ആയിട്ടും നമ്മൾ ലൈനിങ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ അളവെടുക്കുമ്പോൾ നമ്മുടെ ഫാബ്രിക്കിൻ്റെ പിറകു വശത്ത് ലൈനിങ് വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് കൊടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കിട്ടില്ല. നമ്മളിത് മറിച്ചിടുന്നൊന്നുമില്ലല്ലോ, ഡയറക്റ്റ് ബാക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ 3 പീസിലും കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ നെക്ക് കൂടി ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നെക്കിൻ്റെ നല്ല വശത്തായിട്ട് ലൈനിങ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നെക്കിൻ്റെ ഷേപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ലൈനിങ്ങിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ എക്സ്ട്രാ ഒരു നെക്കിൻ്റെ ആ ഒരു പോർഷൻ വന്നിട്ടുണ്ടാവല്ലോ, ആ ഒരു പോർഷൻ കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മറിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഒരു നെക്കിനെ ബാക്ക് സൈഡിൽ, അതായത് മെയിൻ ഫാബ്രിക്കിൻ്റെ ബാക്ക് സൈഡിൽ പോകുന്ന വിധത്തിലാക്കിയിട്ട് ഒന്ന് മൊത്തത്തിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്തു, അതുകൊണ്ടാണ് വിഷ്വൽ ഇത് കട്ട് ചെയ്യാണ്ട് കാണുന്നത്. കട്ട് ചെയ്തിട്ടും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞു കട്ടിട്ട് കൊടുത്തല്ലോ. ഓക്കെ, അപ്പം നമ്മൾ അതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുണ്ടായില്ല, പിന്നെയാണ് കട്ട് ചെയ്യണമെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾക്ക് കട്ടിട്ട് കഴിഞ്ഞാൽ കിട്ടുക. ഇനി എന്താ ചെയ്യുക, ആ ഒരു ലൈനിങ്ങും ആ ഒരു കുഞ്ഞു കട്ടുകളുണ്ടല്ലോ അതും കൂടെ ഒന്നിച്ച് വരുന്ന രീതിക്കായിട്ട് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അതാവുമ്പോൾ നമുക്കൊരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വിചാരിച്ചതുപോലെ കിട്ടില്ല. ഓക്കെ, അതായത് തുണി ചിലപ്പോൾ പുറമ്പിലോട്ട് വന്നിട്ട് ആ ഒരു നീറ്റ്നെസ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് മൊത്തത്തിലൊന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കുക. അതായത് ആ ഒരു കുഞ്ഞു പീസുകളും നമ്മുടെ ലൈനിങ്ങും കൂടെ ഒന്നിച്ച് വരുന്ന രീതിയിലായിട്ട് കംപ്ലീറ്റ് ഒന്ന് ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു ലൈനിങ്ങിനെ നെക്കിൻ്റെ പിറകു വശത്ത് വരുന്ന രീതിയിലാക്കിയിട്ട് ഒന്ന് നല്ല രീതിക്ക് വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, ഈ ഒരു പീസ് അതിൻ്റെ പിറകു വശത്ത് വരണം, ലൈനിങ്ങും പിറകു വശത്ത് വരണം. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു നെക്കിൻ്റെ അതേ ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ലൈനിങ് നമ്മുടെ ഇതിൻ്റെ ബാക്ക് വശത്ത് പോയിട്ട് അതവിടെ കറക്റ്റായിട്ട് നിന്നിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, ഞങ്ങൾ ആദ്യം അറിയാണ്ട് നെക്ക് കട്ട് ചെയ്ത് പോയതുകൊണ്ടാണ് നേരത്തെ ഇത് മാറ്റം വന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ മെത്തേഡ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, ആ കട്ടിങ് നോക്കണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ 2 സൈഡിൽ ലൈനിങ് ഉണ്ടല്ലോ അതും കൂടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ബാക്കി 2 പീസ് നമ്മൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു പീസിൻ്റെ അതും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, നമ്മളിങ്ങനെ ഫ്രണ്ട് പാർട്ടിലെ ലൈനിങ് ഇച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ അത് മടക്കി തയ്ക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നമ്മൾ ജസ്റ്റ് ലൈനിങ് എടുത്തതിന് ലെങ്ത്ത് കൊച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, മടക്കി തയ്ച്ചതിൻ്റെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്തു, നമ്മൾ മൊത്തത്തിൽ ആ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ പോർഷനും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പീസും നമ്മളത് റെഡിയാക്കി വെച്ചു. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ മുകൾ വശത്തുനിന്ന് ആം ഹോളിൻ്റെ അവിടെ ഉണ്ടല്ലോ, അവിടുന്ന് നമ്മൾ ഈ ഒരു 2ൻ്റെ നല്ല വശം, ആ സെൻറ്റർ പീസും സൈഡിലെ പീസിൻ്റെ നല്ല വശം ഒന്നിച്ച് വരുന്ന രീതിയിലാക്കി പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ടോപ്പിൽ നിന്ന്
താഴേലേക്ക് ഇതിൻ്റെ കറക്റ്റ് ഒരുപോലെ വരുന്ന വിധത്തിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. ആ ഒരു വളവിൻ്റെ പോർഷൻ എത്തുമ്പോഴാണ് കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്നത്. അത് കറക്റ്റായിട്ട് എന്താ നമ്മളിങ്ങനെ പിടിച്ച് വെച്ചിട്ട് അത് കറക്റ്റായിട്ട് രണ്ടിൻ്റെയും ഒരേ സ്ഥലത്ത് ആ ഒരു തുണി എത്തുന്ന തരത്തിലാക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, നമ്മൾ സ്റ്റിച്ചിൻ്റെ അപ്പുറത്തുള്ള ഭാഗമുണ്ടല്ലോ ഒരുപോലെ വരുന്ന രീതിക്ക് ഒന്ന് വലിച്ച് വെച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ രണ്ട് പോർഷനും നമ്മളൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഒരു സൈഡ് മാത്രമേ ആയിട്ടുള്ളൂ, അതിന് അപ്പുറത്തെ സൈഡും കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് പ്രിൻസസ് കട്ട് അവിടെ വരുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാനിങ്ങനെ കട്ട് ചെയ്യാണ്ട് ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് ഇട്ടിട്ടുണ്ട്. അത് കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഞാൻ മേലെ ടാഗ് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അതിനകത്ത് നമ്മൾ എങ്ങനെ കട്ട് ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, ആ രണ്ട് പോർഷനും സെൻറ്റർ പോർഷനുമായിട്ട് സൈഡിൽ രണ്ട് പോർഷനും നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്ററിൽ ആ വളവ് വരുന്ന സ്ഥലത്ത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്കിങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രിൻസസ് കട്ട് കിട്ടും. ആൻഡ് സെൻറ്ററിലെ പോർഷനിൽ ഇച്ചിരി ലെങ്ത് അധികം പോലെ തോന്നുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നടുവിലൂടെ മടക്കി കൊടുത്തിട്ട് അതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ഞങ്ങൾ ആദ്യമായിട്ട് ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം, ഞങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ട്രൈ ചെയ്ത് സക്സസ് ആവുന്നതാണ് വീഡിയോ എടുത്തിടുന്നത്. ചിലപ്പോൾ പ്രൊഫഷണലായിട്ട് പഠിച്ചവർക്ക് ഇങ്ങനെ എക്സ്ട്രാ വരില്ലായിരിക്കാം, അറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അതൊന്ന് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ലെങ്ത്തെല്ലാം ഞങ്ങൾ വിചാരിച്ച അതേ ലെങ്ത്ത് തന്നെ ഏകദേശം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, നമ്മൾ താഴെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് പീസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിന് മടക്കി തയ്ക്കൽ കൂടിയേ ബാക്കിയുള്ളൂ. ഇനി നമുക്ക് ബാക്ക് പാർട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഫ്രണ്ടിൽ അത് ഓപ്പൺ ആക്കുമ്പോൾ മൊത്തത്തിൽ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി സ്ലീവ്സ് വെക്കണം, ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്ക് സൈഡിൽ വെക്കാൻ നമുക്ക് ആ ഡോരി ഇടുന്ന ഹോൾസ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ഈ ബ്ലൗസിൻ്റെ അതേ ഫാബ്രിക് വെച്ചിട്ട് ഡോരി ഉണ്ടാക്കാൻ നോക്കിയെങ്കിലും ഇത് നമുക്ക് മറിച്ചിടാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് വേറൊരു സെയിം കളർ ഫാബ്രിക് എടുത്തിട്ട് അതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്, ലൈനിങ് ഫാബ്രിക് കൊണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മറിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു ഫാബ്രിക് എടുത്തിട്ട് നമ്മൾ അതിനെ ഒന്ന് ഇച്ചിരി ഗ്യാപ്പ് ഒന്ന് മടക്കി തയ്ച്ചു, എന്നിട്ട് മുകളിലത്തെ സൈഡിൽ നിന്ന് ഇവിടെ നമ്മൾ ആ ഒരു സെയിം സാരി ഫാബ്രിക് എടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വളരെ തിന്നായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ മറിച്ചിടാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ വിഷ്വലി ഈ കാണുന്ന ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനത് എങ്ങനെ ജസ്റ്റ് യൂസ് ചെയ്യാമെന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡോരീസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഡോരിയും അതുപോലെ ഡോരി ഇടാനുള്ള ആ ഒരു ഹോൾ ഉണ്ടല്ലോ അതും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നീളത്തിലൊരു ഡോരി എടുത്തിട്ടുണ്ട്. ആ സെയിം കളർ തുണി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പുറകിലിടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു 2 ഇഞ്ച് നീളത്തിൽ വരുന്ന കുറച്ച് പീസുകൾ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ 6 ഡോരി ഹോൾസ് വേണമെന്നാണെങ്കിൽ 6 എടുക്കുക. പോരാ, നിങ്ങൾക്ക് 8 വേണമെന്നുണ്ടെങ്കിൽ 8 എടുക്കും. അങ്ങനെ അളവ് കറക്റ്റാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് 2.5 ഇഞ്ച് ആ ഒരു നീളത്തിൽ എടുത്താൽ മതി, അധികം അതിൽ കൂടുതലായിട്ട് ആവശ്യം വരില്ല. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് പാർട്ടിൽ ലൈനിങ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എവിടെയൊക്കെയാണോ നമുക്ക് ഡോരി വേണ്ടത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞങ്ങളിവിടെ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു മൊത്തം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ചതുരം നമ്മൾ വരച്ച് വെച്ചല്ലോ ബോക്സ്, ആ ബോക്സിൻ്റെ ആ ഒരു ഓപ്പണിൻ്റെ അവിടെയായിട്ട് ഇങ്ങനെ മാർക്ക് ഇട്ട് കൊടുത്തു. 1.5, 3, 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ 1.5 ഇഞ്ച് ഗ്യാപ്പ് എവിടെയൊക്കെയാണോ വേണ്ടതെന്നുള്ളത് കൊടുത്തു. നിങ്ങൾക്ക് അടുപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ അടുപ്പിച്ചിട്ടും കൊടുക്കാവേ. എന്നിട്ട് എന്ത് ചെയ്തു, 2 സൈഡിലും, ഒരു സൈഡിൽ മാത്രമല്ല ഇപ്പുറത്തെ സൈഡിലും വേണമല്ലോ, ആ 2 സൈഡിലും നമ്മളിങ്ങനെ എവിടെയൊക്കെയാണ് ഈ ഒരു ഡോരി വേണ്ടതെന്നുള്ളത് ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ട് മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ബാക്ക് പാർട്ടിനെ നെക്ക് കട്ട് ചെയ്യാത്ത പോർഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതെടുത്തു. ആൻഡ് ലൈനിങ്ങും നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് രണ്ടിൻ്റെയും ആം ഹോളെല്ലാം ഒന്നിച്ച് വരുന്ന രീതിയിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫ്രണ്ട് പാർട്ടിലൊക്കെ വെച്ചില്ലേ അതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വശത്താണ് വെച്ചിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ലൈനിങ് വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്തു, അതൊന്ന് സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു പിന്നൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ടൈറ്റായി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കയ്യിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാറിപ്പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാവും. അതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്തു, അതൊന്ന് നമ്മൾ പിന്നെ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ആ ഒരു ഡോരീൻ്റെ ഹോൾസും മറ്റും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ 4 ഹോൾസാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ കൊടുക്കുന്നുണ്ടെങ്കിൽ കുറേ കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, നമ്മൾ മിഷ്യൻ വെച്ചിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ഒരു ഡോരി ഉണ്ടല്ലോ, അത് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് എത്തുമ്പം ഈ ഒരു സാധനം എടുത്ത് നേരെ നടുവിലോട്ട് മടക്കി കൊടുത്തിട്ട് ആ ഒരു 2 സൈഡ് ഓപ്പൺ വരുന്നൊരു പോർഷനില്ലേ, ആ ഒരു പോർഷൻ നമ്മുടെ പുറത്തേക്ക് വരുന്ന രീതിക്ക് ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം ഉള്ളിലായിരിക്കണം ഉണ്ടാകുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, 4 പോയിൻറ്റിൻ്റെ അകത്തും ഒരു സൈഡിൽ 4 ഉണ്ടാവുമല്ലോ, ആ എല്ലാത്തിലായിട്ടും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ മടക്കുന്ന സമയത്ത് ആ ഒരു 2 ഓപ്പൺ വരുന്നുണ്ടല്ലോ, ആ ഒരു പോർഷൻ ആയിരിക്കണം നമ്മളെ പുറത്തുള്ളത്, ആ ഒരു ക്ലോസ്ഡ് ഭാഗം അതിൻ്റെ ഉള്ളിലായിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഫുള്ളായിട്ട് എന്ത് ചെയ്തു, 4 പോർഷൻ്റെ അകത്തും നമ്മളിങ്ങനെ ഒരു സൈഡിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള പോത് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചു കൊടുക്കുക.
ആൻഡ് അപ്പുറത്തെ സൈഡിലെത്തുമ്പോൾ വീണ്ടും 4 ഡോരി ഹോൾസിലും അങ്ങനെ ഹോൾസ് വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെച്ച് ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ കഴിഞ്ഞാൽ ഇങ്ങനെ എക്സ്ട്രാ ഒരു നെക്ക് കട്ട് ചെയ്യാത്തതുകൊണ്ട് അവിടെ നമ്മൾ മെയിൻ ഫാബ്രിക് ഉണ്ടാവും, അതൊന്ന് വെട്ടിക്കൊടുക്കുക. അപ്പം നമ്മൾ എക്സ്ട്രാ ഒരു ഡോരീൻ്റെ ആ ഒരു ഇതില്ലേ, അത് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് വെട്ടിക്കൊടുത്തോളൂ. പിന്നെ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനൊരു രണ്ടാമതൊരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡോരി ഹോൾസും ഈ ഒരു നെക്കിൻ്റെ അറ്റവും കൂടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ 2 സ്റ്റിച്ച് കാണുന്നത്. പിന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ടത് കൊണ്ട് ജസ്റ്റ് ആ ഒരു പോയിന്റുകൾ ഉണ്ടാവുമല്ലോ, അവിടെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ചിൽ തട്ടാത്ത വിധത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു പോർഷനും ലൈനിങ്ങും കൂടെ ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. കാരണം തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഓപ്ഷണലാണ്, എല്ലാവരും ചെയ്യണമെന്നില്ല. അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പതിച്ച് തയ്ച്ചും കൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തിരിച്ചിട്ടിട്ട് ആ ഫ്രണ്ട് മെയിൻ പോർഷൻ ഉണ്ടല്ലോ, മെയിൻ പോർഷൻ്റെ പിറകിലായിട്ട് ഈ ഒരു ലൈനിങ് വരുന്ന തരത്തിലായിട്ട് വെച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെയും ആ സ്ക്വയർ ഷേപ്പിലല്ലേ ഉള്ളത്, ആ സ്ക്വയർ ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. വീഡിയോ ലോങ് ആവുന്നതുകൊണ്ടാണ് സ്പീഡിൽ കാണിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആ ബാക്ക് സൈഡ് കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാകും. ഇനി ഇതിലോട്ട് നമുക്ക് ഡോരി ഇട്ട് കൊടുത്താൽ മതിയേ. ആൻഡ് സ്റ്റാർട്ടിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ബാക്കിൽ ഓപ്പൺ കൊടുക്കാം, നേരെ നടുവിലോട്ട് മടക്കി കൊടുത്തിട്ട് ആ ഒരു ജോയിൻറ്റ് വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ചോക്ക് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അതൊന്ന് നിവൃത്തി വെച്ചിട്ട് ആ സെൻറ്ററിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അതൊന്ന് വരച്ചു കൊടുത്തു. അപ്പോൾ 2 സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ലൈൻസ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ആ സെൻറ്ററിൻ്റെ 2 സൈഡിലായിട്ടും. അപ്പോൾ നമ്മൾ ബാക്ക് ഓപ്പൺ കൊടുക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ 2 സൈഡിൽ വന്ന ലൈൻസും ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 2 സൈഡിൽ വന്ന ലൈൻസും അതുപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് തുണി അവിടെ നീറ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബാക്ക് സൈഡിൽ ലൈനിങ് കണ്ടോ, അത് നമ്മൾ വെട്ടിയപ്പോൾ കുറഞ്ഞു പോയതാണ്. അത് കുഴപ്പമില്ല, മടക്കി തയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ നിൽക്കും. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ അടിവശം ഒന്ന് മടക്കിയിട്ട് ആ ലൈനിങ്ങിൻ്റെ മുകളിൽ വരുന്ന രീതിക്കായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് അതും ഒന്ന് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ ആ ബാക്ക് ഓപ്പണിൻ്റെ ആ ഒരു ഓപ്പൺ നമ്മൾ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി 2 സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലൈൻ സെൻറ്ററിൻ്റെ 2 സൈഡിലായിട്ട് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളിത് രണ്ടും കൂടെ ബാക്ക് സൈഡ് ഒന്ന് മടക്കിയിട്ട് നമ്മൾ തയ്ച്ചും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ 2 സ്റ്റിച്ചിട്ട് കൊടുത്തല്ലോ, അതിൻ്റെ സെൻറ്ററിൽ കൂടി ഇതിനെ വെട്ടിയിട്ട് ഇതിനൊരു 2 പീസാക്കി എടുക്കുക. കാരണം ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട്. ഇപ്പോൾ ബാക്ക് ഓപ്പൺ വേണ്ട, സ്ട്രെയിറ്റ് താഴോളം ഈ ഡോരീസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നേരെ താഴ്ത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ, അത് ഏതാ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിവിടെ ബാക്ക് ഓപ്പൺ വിത്ത് ഹുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ചെയ്തു, 2 പീസാക്കി. ബാക്ക് പാർട്ട് നമ്മളിപ്പോൾ 2 പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നിലും നമുക്ക് ഹുക്കും ഒന്നിലും നമുക്ക് ഹോൾസും വെക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഇടത് വശത്താണല്ലോ ഹുക്ക് അറ്റാച്ച് ചെയ്യുക, അതിൻ്റെ ഹോൾസ് ഇപ്പുറത്തെ സൈഡിലായിട്ടും. അപ്പോൾ ഹുക്കിനും ഹോൾസിനും വേണ്ട ഇത് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 2 പീസ് നമ്മൾ ആ മെയിൻ ഫാബ്രിക്കിൽ നിന്ന് തന്നെ വെട്ടിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഒന്നിൻ്റെ വീതി എന്ന് പറയുന്നത് 2.5 ഇഞ്ചും ഒന്നിൻ്റെ വീതി എന്ന് പറയുന്നത് 3.5 ഇഞ്ചും ആയിരിക്കണം. അതായത് ഒന്നിച്ചിരി സൈസ് കൂടുതലും ഒന്നിച്ചിരി സൈസ് കുറവും ആയിരിക്കണം. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ ഒരു ഓപ്പൺ വരുന്നൊരു പോർഷനില്ലേ, ആ ഒരു പോർഷൻ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ കേസിൽ നമ്മൾ മുകളിൽ നിന്ന് കുറേ താഴേക്ക് നമ്മൾ ആ ഡോരീസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് മാത്രമേ വെക്കണ്ടൂ. കണ്ടോ, ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഹുക്ക് വെക്കുന്ന പോർഷനിലേക്ക് നമ്മൾ ആ 2.5 ഇഞ്ച്, അതായത് വീതി കുറഞ്ഞിട്ടുള്ള പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസാണ് നമ്മൾ എടുക്കേണ്ടത്. അതെടുത്തിട്ട് നല്ല വശത്ത് വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ കുറച്ച് മേലെ എക്സ്ട്രാ ഉണ്ടാവും, താഴെ എക്സ്ട്രാ ഉണ്ടാവും, അതിന് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, ബാക്ക് സൈഡിലേക്കായിട്ട് ഒന്ന് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട് എടുക്കുക. അപ്പോൾ എക്സ്ട്രാ വന്നത് ബാക്ക് സൈഡിൽ മടക്കി വെച്ച് കൊടുത്താൽ മതി. എക്സ്ട്രാ വേണം കുറച്ച്, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് അത് കുറേ ഉണ്ടെന്നാണെങ്കിൽ ജസ്റ്റ് നട്ടം വെട്ടി കളഞ്ഞോളൂ. എന്നിട്ട് മൊത്തത്തിൽ എന്ത് ചെയ്യുക, മുകളിൽ നിന്ന് താഴെ വരെയായിട്ടും അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ആ മടക്കി വെച്ചതൊന്ന് നിവർത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ഇതിനെ എന്ത് ചെയ്യണം, നമുക്കൊന്ന് മടക്കിയിട്ട് ബാക്കിലോട്ടാക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, മടക്കാൻ നമുക്ക് ജസ്റ്റ് ഒരു മടക്ക് മടക്കിയിട്ട് ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ ആദ്യത്തെ, ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റാക്കിയിട്ട് വേണം ബാക്കിലേക്ക് മടക്കാൻ. സിമ്പിളായി പറഞ്ഞാൽ ഈ ഒരു പീസ് 2 മടക്കാക്കി കൊടുക്കുന്ന സമയത്ത് എന്താ, നമുക്കിവിടെ കറക്റ്റ് നേരത്തെ വെട്ടി ആ ഒരു പോർഷനില്ലേ, ആ ഒരു കറക്റ്റ് അളവിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു മടക്ക് മടക്കുക, പിന്നെ ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ അടുത്ത മടക്കും മടക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നേരത്തെ എത്രയാണോ നമുക്ക് ആ ഒരു ലെങ്ത് ഉണ്ടായിരുന്നത് അതേ ഇതിൽ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ മേലെ നിന്ന് താഴെ വരെയായിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എന്താ പറയണ്ടേ, ഹുക്കിൻ്റെ പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹോൾസ് ചെയ്യാം. ഹോൾസിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ
വീതിയുള്ള പോർഷൻ എടുത്തിട്ട് നല്ല വശത്ത് വെച്ചിട്ട് ഒന്ന് ബാക്ക് സൈഡിലേക്ക് ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നേരത്തെ സൈഡ് നമ്മൾ ചെയ്തത് കറക്റ്റ് ആ ഒരു അളവ് വരുന്ന രീതിയിലാണ്, പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് എക്സ്ട്രാ കിട്ടണം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ മടക്കി കൊടുക്കണം. അപ്പോൾ മടക്കുന്നതിന് എന്ത് ചെയ്യുക, അതിന് മുന്നേ നമുക്കൊന്ന് കറക്റ്റ് ഒന്ന് കൺവീനിയൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അറ്റത്തായിട്ട് നമ്മൾ ചെറിയൊരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, 2 മടക്ക് മടക്കണം. മടക്കുന്ന സമയത്ത് നേരത്തെ മടക്കിയതുപോലെയല്ല, ആദ്യം കുറച്ച് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു മടക്ക് ഈ ഒരു മടക്കിൻ്റെ മുകളിൽ, ഓക്കെ, ആ സ്റ്റിച്ചിൽ ആദ്യം ഉണ്ടായിരുന്നത് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ വരുന്ന രീതിയിലാക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചുതരാം. ഒരു കുഞ്ഞു മടക്ക് മടക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഒരു മടക്ക് വരുന്ന രീതിയിൽ, നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, ആ സ്റ്റിച്ചിന് കറക്റ്റായിട്ട് ബാക്കിലോട്ട് മടക്കുകയല്ലേ ചെയ്തത്. ഇത് എന്ത് ചെയ്യുക, ആദ്യത്തെ മടക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് എക്സ്ട്രാ വരുന്നുണ്ടാവും, അങ്ങനെ വരണം. എന്നിട്ട് അത് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്ലീവ്സ് ചെയ്യാം. സ്ലീവ്സ് ഞാൻ പറഞ്ഞു ലെങ്ത് ഇച്ചിരി കുറഞ്ഞു പോയി, തുണി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കിട്ടിയ സ്ലീവ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2 പീസ് എടുത്തു സ്ലീവ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നീളത്തിലെ സ്ലീവ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യണമായിരുന്നു, അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കുഞ്ഞ് സ്ലീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ 2 റെക്ടാങ്കുലർ ഷേപ്പിലുള്ള 2 പീസ് എടുത്തു. ഇതിലാണ് നമ്മൾ സ്ലീവ്സ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അതിനെ സ്ട്രൈറ്റ് ആക്കി വെട്ടിക്കൊടുത്ത് മടക്കി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഒരു 3 ഇഞ്ച് മുകളിൽ നിന്ന് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒരു 9 ഇഞ്ചിൻ്റെ അടുത്തേ സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടുന്നുണ്ടായിട്ടുള്ളൂ, അത് അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു 3 ഇഞ്ച് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്ത് കൊടുത്തിട്ട്, ആ ക്ലോസ്ഡ് ഭാഗമാണ് ഈ സൈഡിലുള്ളത്, റൈറ്റ് സൈഡിലുള്ളത്. എന്നിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ ലെങ്ത്ത് എത്രയാണോ എന്നുള്ളത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനെ നമ്മൾ കോണാക്കിയിട്ട് മേലേക്ക് വരച്ച് അതിൻ്റെ സെൻറ്റർ എത്രയാണോ അത് കണ്ടുപിടിച്ചു. ഞങ്ങൾക്ക് 10 ഇഞ്ചിൻ്റെ അടുത്തായിരുന്നു കിട്ടിയത്, അതുകൊണ്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടുന്ന് ആ സെൻറ്ററിലേക്ക് ആദ്യം മേലയിലേക്ക് ഒരു കർവ് വരച്ച് കൊടുത്തു, പിന്നെ അവിടുന്ന് താഴേലേക്ക് ഒരു കർവ് വരച്ച് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് അളവെടുത്ത് തെറ്റിപ്പോണ്ടാണ് അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് താഴത്തെ സൈഡിൽ നമുക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത് എന്നുള്ളത് കൊടുത്തു. നമ്മളൊരു 6 ഇഞ്ച് 6.5 ഇഞ്ചിൻ്റെ അടുത്ത് കൊടുത്തു, പ്ലസ് എക്സ്ട്രാ തയ്യൽ തുമ്പും കൊടുത്തിട്ട് ആ മുകളിലത്തെ ആ ഒരു അറ്റം ഉണ്ടല്ലോ, ആ ഒരു അറ്റം ഈ ഒരു തയ്യൽ തുമ്പുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് മൊത്തത്തിലായിട്ട് ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവ്സ് ചെയ്തത്. പഫൊന്നുമല്ല, നോർമൽ സ്ലീവാണ്. പിന്നെ ഇച്ചിരി കൂടെ തുണി ഉണ്ടെന്നാണെങ്കിൽ നമ്മുടെ എൽബോ ലെങ്ത്ത് ചെയ്യുമായിരുന്നു, പക്ഷേ ഇതിന് അത്ര തുണി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് സ്ലീവ്സും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിൻ്റെ ജോയിൻ ചെയ്ത് പോർഷൻസ്, അതായത് സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ ജോയിൻ ചെയ്യേണ്ടത്, അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഇതിൻ്റെ അടിവശം ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുന്നുണ്ട്. തുണി തീരെ ഇല്ലാത്തതുകൊണ്ട് വളരെ നൈസായിട്ടാണ് നമ്മൾ മടക്കി തയ്ച്ച് കൊടുത്തിട്ടുള്ളത്. രണ്ടിൻ്റെയും അടിവശം നല്ല രീതിക്കൊന്ന് മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവ്സും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ കട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷൻ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ വരുന്ന രീതിക്കായിട്ട്. ഓക്കെ, ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് വീഡിയോ എൻ്റെ അടുത്ത് എടുക്കാൻ വിട്ടുപോയി, അത് നിങ്ങളൊന്ന് ജോയിൻ ചെയ്തേക്ക് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഷോൾഡറിൻ്റെ മേലെ ഈ ഒരു കട്ട് വരുന്ന രീതിയിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല വശം രണ്ടിൻ്റെ ഒന്നിച്ചായിരിക്കും. അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു സ്ലീവ്സിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ സെൻറ്ററിൽ രണ്ടിൻ്റെ സെൻറ്റർ ഒന്നിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, വലിച്ച് പിടിച്ചിട്ട് മുകളിൽ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്കും പിന്നെ സെൻറ്ററിൽ നിന്ന് മറ്റേ സൈഡിലേക്കും മൊത്തത്തിലായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത്. അങ്ങനെ സ്ലീവ്സ് നമ്മൾ മൊത്തത്തിൽ 2 സ്ലീവ്സും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ തന്നെ നമ്മളെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ടുള്ള പരിപാടികളെ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ അടിവശം നമുക്ക് ഫ്രണ്ട് സൈഡ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് മടക്കി തയ്ക്കണം. അപ്പോൾ ഞങ്ങളിവിടെ മടക്കി തയ്ക്കാണ്ട് കൈ വെച്ചിട്ട് തുന്നുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തുന്നാം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, എക്സ്ട്രാ ഒരു പീസ് നമ്മൾ ഏകദേശം അതിന് പറ്റിയിട്ടുള്ള സെയിം ലൈനിങ്ങിൻ്റെ പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു പീസ് എടുത്തിട്ട് ആ ഒരു കട്ട് നമ്മൾ മാർക്ക് ചെയ്തല്ലോ മടക്കി തയ്ക്കേണ്ട പോർഷൻ, ആ ഒരു പോർഷൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിക്ക് നല്ല വശത്ത് നമ്മൾ ഈ ഒരു എക്സ്ട്രാ വന്ന തുണി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ഈ ഒരു പീസ് എടുത്തിട്ട് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പതിച്ച് തയ്ച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്മുടെ ഇപ്പോൾ എക്സ്ട്രാ വെച്ച പീസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇത് നല്ല വശത്തല്ല വെച്ചത്, ആ ഒരു പീസും ബാക്കിലുള്ള ആ ഒരു സ്റ്റിച്ചിന് ശേഷം വന്ന പീസ് ഉണ്ടാവുമല്ലോ, അതും കൂടെ ഒന്ന് മൊത്തത്തിൽ പതിച്ച് തയ്ച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു പീസിനെ ബാക്ക് സൈഡിൽ വരുന്ന രീതിയിലാക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് തുന്നിയെടുത്താൽ മതി. തുന്നുന്നതിന്
മുന്നേ എന്ത് ചെയ്യുക, നമ്മളെ ഈ ഒരു ആം ഹോളും അതുപോലെ സ്ലീവ്സും ബോഡിയൊക്കെ ജോയിൻ ചെയ്യല്ലോ, അത് ചെയ്യുക. ആ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് തുന്നേണ്ട ഭാഗം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അവസാനം ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ലെങ്ത്ത്, താഴെ ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് ഒന്ന് മടക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മൊത്തത്തിലായിട്ട് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മളത് തുന്നിയെടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് സൈഡിൻ്റെയും അതുപോലെ തന്നെ കറക്റ്റ് ആ ഒരു പുറത്തെ പോർഷനും സ്ലീവ്സും ലെങ്ത്തും ഒക്കെയും കറക്റ്റായി വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമുക്ക് ഈ ഒരു പോർഷനാണ് നമുക്ക് മടക്കി തയ്ക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് രണ്ട് സൈഡും അങ്ങനെ മടങ്ങിയത് കൊണ്ട് കിട്ടുന്നുണ്ടാവേ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ജസ്റ്റ് സൂചിയിൽ നൂല് കോർത്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. സ്ലീവ്സ് നോർമലി ബ്ലൗസ് നോർമലി നെക്കും ഈ ഒരു പോർഷനൊക്കെ മടക്കി തയ്ച്ചിട്ടാണ് ഉണ്ടാവാറ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, സൂചി നൂലും വെച്ചിട്ട് ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിഷൻ വെച്ച് തയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെയാണ് തയ്ച്ചതെന്ന് മാത്രം. അപ്പോൾ അത് നമ്മൾ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ പീസ് വെച്ച് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മടക്കി തയ്ക്കാം കേട്ടോ, അതും കുഴപ്പമില്ല. പിന്നെ ഒരു സ്ക്വയർ പീസ് ഫാബ്രിക് എടുത്തിട്ട് ക്രോസ് ടു ക്രോസ് ആക്കിയിട്ട് ആ ഒരു ക്രോസായ ഭാഗത്ത് എന്ത് ചെയ്തു, നമ്മുടെ ഡോരീൻ്റെ അറ്റം എടുത്ത് വെച്ചിട്ട് നമ്മളതിങ്ങനെ മടക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ടസൽസും കിട്ടും. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ഡോരീൻ്റെ ഗ്യാപ്പിലൂടെ നമ്മുടെ ഡോരി മൊത്തത്തിൽ കയറ്റി വിടണേ, എന്നാലേ ഇത് ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നമുക്കിത് കയറ്റാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ബാക്ക് സൈഡിലെ രണ്ട് സൈഡിലേക്കും നമ്മളിങ്ങനെ ടസൽസും കൂടിയും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒന്ന് അറ്റവും കൂടെ ഒന്ന് വെട്ടിക്കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടസൽ തന്നെ, ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ടസൽ കിട്ടും. ഇനി റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും, അത് വേണമെങ്കിൽ അതും വെക്കാം. പിന്നെ ഹുക്ക് വെക്കണം. ഹുക്സ് നമ്മൾ ജസ്റ്റ് നോർമലി നമ്മൾ വാങ്ങിക്കുന്ന ഗോൾഡൻ കളർ ഹുക്സാണ് വെച്ചിട്ടുള്ളത്. അതും ഇങ്ങനെ സൂചി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ഹുക്കിന് വേണ്ടി വെച്ചത് ബാക്കിൽ, അവിടെ ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ സൂചി വെച്ചിട്ട് ഹുക്സ് തുന്നിക്കൊടുത്തു. ഓപ്പോസിറ്റ് വരുന്ന സ്ഥലത്ത് നമ്മൾ അതിൻ്റെ ഹോൾസും സൂചി നൂലും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ തുന്നിക്കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചെയ്താൽ നമ്മുടെ ബ്ലൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓണം സീരീസിൻ്റെ പാർട്ടായിട്ട് ഇതിന് മുന്നേ ഞാൻ ബ്ലൗസ് വീഡിയോസും അതുപോലെ ഈ ഒരു പട്ടുപാവാട എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെല്ലാം മെഷർമെൻറ്റ് അടക്കമുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, എന്തായാലും ഞാൻ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ. ഇതുപോലുള്ള ബ്ലൗസ് വീഡിയോസ് ഇനി വേണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഞാൻ 2-3 ബ്ലൗസ് ചെയ്ത വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും വേറെ മോഡൽസ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെന്നാണെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ.